السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഖിയാമത്ത് നാളിൽ അവർ തങ്ങളുടെ കുറ്റങ്ങൾ പൂർണ്ണമായി വഹിക്കാൻ വേണ്ടി, കൂടാതെ യാതൊരു കൂട്ടരെ അറിവില്ലാതെ തങ്ങൾ വഴിപിഴപ്പിക്കുന്നുവോ അവരുടെ കുറ്റങ്ങളിൽ നിന്നും കുറെ വഹിക്കാൻ വേണ്ടി. അറിയുക, അവർ പേറുന്നത്, വഹിക്കുന്നത് അഥവാ അവരുടെ കുറ്റഭാരങ്ങൾ വളരെ മോശമാണ്. ഹജ്ജിന് വരുന്ന ആളുകളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെപ്പറ്റി കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയുണ്ടായി. അവർ സാധുജനങ്ങളെ, അറിവില്ലാത്ത ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെ പറ്റി അല്ലാഹു പറയുകയാണ്. അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്, അവരുടെ ഭാരങ്ങളും അവരുടെ ഭാരങ്ങളോടൊപ്പം വേറെ ഭാരങ്ങളും വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയുന്നു. സ്വയം പിഴച്ചുപോയതിൻ്റെയും വ്യാജം കെട്ടിപ്പറഞ്ഞതിൻ്റെയും വിവരമില്ലാത്തവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെയും കുറ്റങ്ങൾക്ക് പുറമെ ആ വഴിപിഴച്ചവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ കാരണക്കാരായതിൻ്റെ പേരിലും ഇവർ ശിക്ഷയ്ക്ക് അർഹരായിത്തീരുന്നു. നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ അതേമാതിരി പ്രതിഫലം ലഭിക്കുന്നതാണെന്നും, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ കുറ്റങ്ങളുടെ അത്ര കുറ്റം ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അവർ മുൻകൂട്ടി ചെയ്ത് വെച്ചതിനെ നാം എഴുതി വെക്കും. അതിൻ്റെ അനുരണങ്ങൾ, അതായത് അതിൻ്റെ അത് കാരണമായി മറ്റ് ജനങ്ങളിലുണ്ടാക്കിയതും അല്ലെങ്കിൽ പൊതുവെ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അവരും ഉത്തരവാദിയായിരിക്കും. ഇത് ഈ കാലത്ത് നമുക്ക് കാണാം. അറിവില്ലാതെ സാധുക്കളായ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരെ, പല കാരണങ്ങളും അതിനുണ്ടാവാം, എന്നാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.